അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് എന്ന ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഖുർആനിന്റെ ഹൃദയമായ യാസീൻ. അല്ലാഹുവിന്റെ ഹബീബ് മറ്റൊരു ഹദീസിലൂടെ പറയുകയാണ്, ലവദിതു അന്നഹാ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി. എൻ്റെ ഉമ്മത്തുകളൊക്കെ ആ യാസീൻ ഒന്ന് മനഃപ്പാഠമാക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് ഈ ലോകത്തിനെ തന്നെ അണ്ടകടാഹങ്ങളെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ സ്വർഗത്തിന്റെ വട്ടക്കണ്ണ് ഇളക്കുന്ന നമ്മുടെ ആത്മീയ നേതാവ്, ആത്മീയതയുടെ അപ്പോസ്തലൻ, ലിവാഉൽ ഹംദിന്റെ ഉടമസ്ഥന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ യാസീൻ ഒന്ന് എൻ്റെ ഉമ്മത്തുകളൊന്ന് മനഃപ്പാഠമാക്കി കാണാൻ എനിക്ക് വലിയ പൂതിയുണ്ട് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. നബിയുടെ ആഗ്രഹം നമ്മൾ നിറവേറ്റണ്ടേ? നമ്മുടെ മക്കളോടൊക്കെ യാസീൻ ശരിക്ക് പഠിക്കാൻ നമ്മൾ നിർബന്ധിക്കണം. അവരോട് യാസീൻ പഠിക്കുന്നില്ലെങ്കിൽ അടിക്കുന്നല്ല പറയണത്. ഒന്നു മോനെ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആ യാസീൻ ഒന്ന് മനഃപ്പാഠമാക്കി എൻ്റെ ഉമ്മത്തുകൾ മനഃപ്പാഠമാക്കി കാണാൻ, അത് പഠിക്കാൻ, അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കള്, നമ്മളൊക്കെ യാസീനും അതിൻ്റെ അർത്ഥത്തെ അറിയുന്ന ആളുകളാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ സുന്ദരമായ ഇത്തരം ഇൽമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സദസ്സിലാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടിയത്. സൂറത്ത് യാസീൻ പഠിക്കാൻ വേണ്ടിയാണല്ലോ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഈ ഭൗതിക ലോകത്ത് നാം എത്ര ഉയരങ്ങളിൽ, ഭൗതികമായ ഉയരങ്ങളിൽ എത്തിയാലും ആത്മീയത കൈവിടാതെ റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം, റബ്ബിനെ ദിക്ർ ചൊല്ലി ജീവിക്കണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണേ, അറിയണേ, ബിദിക്രില്ലാഹ് അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടാണ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലൽ കൊണ്ടാണ്, അഥവാ ഖുർആൻ ഓതൽ കൊണ്ടാണ്. അങ്ങനെയൊക്കെ വിശദീകരണമുണ്ട്. സൂറത്ത് യാസീൻ ഓതൽ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. പല ആളുകളും സമാധാനത്തിന്റെ വഴികൾ തേടി നടക്കുകയാണ്. പൈസ ഉണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, നല്ല വലിയ ഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും നിഖില മേഖലകളിൽ സ്പർശിക്കുന്ന ഇടത്തൊക്കെ റബ്ബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സമാധാനമില്ല. സമാധാനം തേടിയാണ് പലരും യാത്ര ചെയ്യുന്നത്. എവിടെ പോയാലാണ് ഒരു സമാധാനം കിട്ടുന്നത്? അലാ ബിദിക്രില്ലാഹ്, റബ്ബിനെ ഓർക്കൽ കൊണ്ടാണ്, ദിക്ർ ചൊല്ലൽ കൊണ്ടാണ്, പരിശുദ്ധ ഖുർആൻ ഓതൽ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലുക, ഖുർആൻ ഓതുക, ഹൃദയത്തിന്റെ സമാധാനം. അങ്ങനെയാണ് നമ്മൾ സ്വാംശീകരിക്കേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ദുന്യവിയായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ ഏത് സമയത്ത് എപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മരണം വരിക, അസ്റാഈൽ എപ്പോഴാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് നമ്മെ റൂഹ് പിടിക്കാൻ വരുന്ന എന്ന് നമുക്ക്
അറിയൂലല്ലോ. അല്ലാഹു നമ്മുടെ മരണം എളുപ്പമാക്കട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ഖബറെന്ന് പറയുന്ന വീടുണ്ടല്ലോ, അവിടെ നമുക്ക് രക്ഷപ്പെടണ്ടേ. സുബ്ഹാനല്ലാഹ്, മഹ്ശറയുടെ തിരുമുറ്റത്ത് സമ്മേളിക്കണ്ടേ. അവിടെയല്ലേ വിജയപരാജയം സ്ഥിരീകരിക്കുന്നത്. ദുനിയാവ് കഴിഞ്ഞ ഖബറല്ലേ ഉമ്മ, അത് കഴിഞ്ഞ മഹ്ശറയല്ലേ. ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമല്ലേ. എത്ര പെടുന്നതിനുള്ള മരണമാധികരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത ആഴ്ചക്കുള്ളിൽ നിങ്ങൾ അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് ദുരന്തം നിങ്ങൾ കണ്ടില്ലേ? സോഷ്യൽ മീഡിയയിലൂടെ ഒരു സഹോദരനല്ലാത്തവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലേ? 2 പൈലറ്റുമാരടക്കം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ കാക്കട്ടെ. എത്ര വലിയ സ്വപ്നങ്ങളുമായാണ് അവർ പാറുന്നത്. അവര് പോകുന്നത് ഫാമിലി അടക്കം പോവുകയാണ്. അവര് ഫോട്ടോ എടുക്കുകയാണ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ മയ്യത്താവുകയാണ്. പെടുന്നതിനുള്ള മരണം വർദ്ധിക്കുകയാണ്. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിലുണ്ട്. നമുക്കൊക്കെ മരണമുണ്ടല്ലോ, ഖബറുണ്ടല്ലോ, മഹ്ശറയുണ്ടല്ലോ. മഹ്ശറ വളരെ ഭയാനകരമാണ്, വളരെ ഭയാനകരമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. വാപ്പയിൽ നിന്ന് ഓടുന്ന മഹ്ശറ. സുബ്ഹാനല്ലാഹ്, ഉമ്മ വാപ്പയിൽ നിന്ന് അകലുന്ന മഹ്ശറ. കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് ഓടുകയാ. ഭാര്യ ഭർത്താവിൽ നിന്ന് ഓടുകയാ. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുകയാണല്ലോ. അന്തിമ നാളിൽ ജനം തിങ്ങി കഴിയുന്ന അന്തം വിട്ടങ്ങുമിങ്ങും ഓടി നടക്കുന്നു. അമ്പിയാക്കളെ പോലും നഫ്സി എന്നോർക്കുന്നു. അശ്റഫുൽ ഖൽഖിൽ വിളിയങ്ങും മുഴങ്ങുന്നു. ആരംഭ ഉമ്മത്തി ഖൗമിയ ഉമ്മത്തി. അന്തിമ നാളിൽ ജനം തിങ്ങി കഴിയുന്നു. അന്തം വിട്ടങ്ങുമിങ്ങും ഓടി നടക്കുന്നു. അമ്പിയാക്കൾ പോലും നഫ്സി എന്നോർക്കുന്നു. അശ്റഫുൽ ഖൽഖിൽ വിളിയങ്ങും മുഴങ്ങുന്നു. ആരംഭ ഉമ്മത്തി ഖൗമിയ ഉമ്മത്തി. എന്ത് ഭയങ്കര മഹ്ശറയാണ്. ബന്ധുജനങ്ങൾ ഓടുകയാണ്, ബന്ധുജനങ്ങൾ നീങ്ങുകയാണ്. മഹ്ശറ വളരെ കഠോരമല്ലേ, വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥലമല്ലേ. അവിടെയൊന്ന് രക്ഷപ്പെടണ്ടേ. അവിടെ ഹബീബിന്റെ ശഫാഅത്ത് വേണ്ടേ. അവിടെ ഖുർആനിന്റെ ശഫാഅത്ത് വേണ്ടേ. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. പുണ്യനബി പറയുകയാ, നിങ്ങൾ ഖുർആൻ ഓതിക്കോ, നിങ്ങൾ യാസീൻ ഓതിക്കോ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളുണ്ട്, നിങ്ങൾ ഓതിക്കോ. ഞാൻ ആ ഖുർആൻ പറയുകയാണ്, ഞാൻ അത് ഓതുന്ന വ്യക്തിക്ക് റെക്കമെൻഡ് ചെയ്യാൻ, അവരെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, ഞാൻ